ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വന്നിട്ട് ശ്രുതി എഴുന്നേക്ക് എന്ന് പറയണേ. എന്താ ആന്റി ഈ സമയത്ത് വന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ, നിന്റെ അടുത്ത് എഴുന്നേക്കാനല്ലടി പറഞ്ഞത്, വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് മുറിയിൽ നിന്നും ശ്രുതിയെ വലിച്ച് പുറത്തേക്ക് അങ്ങ് ഇടുവാണേ. പുറത്തേക്ക് വന്നതിന് ശേഷം ആന്റി എന്താ ആന്റി എന്ന് ചോദിക്കുകയാണേ. നീ ചുമ്മാ ഒന്നും അറിയാത്തതുപോലെ എന്റെ മുമ്പിൽ അഭിനയിക്കാൻ വേണ്ടി നിൽക്കേണ്ട ശ്രുതി. ഇല്ല ആന്റി എനിക്കൊന്നും അറിയില്ല എന്ന് ശ്രുതി വീണ്ടും പറയുമ്പോ, നീ നിന്റെ ഇളയച്ചനെ വിളിക്കുക എന്നുള്ള പേരും പറഞ്ഞിട്ട് ആരെയടി വിളിച്ചതെന്ന് ചോദിക്കുകയാണെ. അയ്യോ ആന്റി ഞാൻ എന്റെ ഇളയച്ചനെ തന്നെയാണ് വിളിച്ചതെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും, നീ എന്റെ മുമ്പിൽ അഭിനയിക്കൊന്നും വേണ്ട, നിന്റെ ഇളയച്ചനെ വിളിക്കാന്നുള്ള പേരും പറഞ്ഞിട്ട് നീ നിന്റെ ഫ്രണ്ട് മീരയാണ് വിളിച്ചത്. നിന്റെ മേലെ എന്തോരം വിശ്വാസം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ അടുത്ത് കള്ളം പറഞ്ഞതൊക്കെ, പക്ഷെ നീ എന്നെ തന്നെ പറ്റിക്കാൻ വേണ്ടി നോക്കിയല്ലേടി. അതെ ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ബബ്ബ അടിക്കാനോട്ട് ശ്രുതി. ആ സമയത്ത് ചന്ദ്ര പറയുന്നത്, നീ എന്താടി എന്റെ അടുത്ത് വീണ്ടും കള്ളം പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണോ? നീ ശരിക്കും ഒരു ഫ്രോഡാണ്. നിന്നെയാണല്ലോ ഞാൻ എന്റെ മകനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. മര്യാദ ഇവിടുന്ന് ഇറങ്ങിപ്പോടി. അയ്യോ ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി കരയാൻ വേണ്ടി തുടങ്ങുന്നുണ്ടെങ്കിലും, നിന്റെ അടുത്ത് ഇവിടുന്ന് ഇറങ്ങി പോവാനല്ലേടി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ചങ്ങ് തള്ളുവാണ് കേട്ടോ ചന്ദ്ര. അങ്ങനെ ചന്ദ്ര തന്നെ പിടിച്ച് വലിച്ച് ശ്രുതിയെ പുറത്ത് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് അങ്ങ് തള്ളിയിടുവാണ് കേട്ടോ. അതിനുശേഷം വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ പിടയ്ക്കുന്നത് പോലെയാണ് ശ്രുതി ബെഡ് കിടന്നിട്ട് പിടയ്ക്കുന്നത്. ഇതെല്ലാം ശ്രുതി സ്വപ്നം കണ്ടതായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്ന പോലെ പിടയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചവിട്ടി താഴെ ഇടുന്നുണ്ട്. ശ്രുതി കളിക്കുന്ന കളി കണ്ടിട്ട് ഇവക്ക് എന്താണ് പറ്റിയത്, ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെങ്കിൽ ആന്റി വേണ്ട ആന്റി വിടാന്റി വിടാന്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബെഡിൽ കയ്യും കാലോട്ട് ഇങ്ങനെ അടിക്കുവാണ്. തുടർന്ന് നമ്മുടെ ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കൈ പിടിച്ച് അങ്ങോട്ട് ഒറ്റ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് താൻ കണ്ടത് സ്വപ്നാണെന്ന്. ശ്രുതിയാണെങ്കിൽ എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ ശ്രുതി ഇപ്പോ അമ്മേന്റെ പേര് വിളിച്ചതെന്ന് ചോദിക്കുമ്പോ, അതൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ ശ്രുതി. പിന്നെ നിനക്ക് എന്താണ് പറ്റിയത്, മൊത്തത്തില് ഏർത്തിട്ടുണ്ടല്ലോ, നീ എന്തെങ്കിലും ചീത്ത സ്വപ്നം കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. എന്ന മട്ടില് ശ്രുതി തലയാട്ടുമ്പോ, ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ശ്രുതി നിനക്ക് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ വരുന്നുണ്ടല്ലോ. അത് ശ്രുതി ഇത് പുതിയ വീടല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഉറക്കമൊന്നും വന്നില്ല. അതിനിടയ്ക്കാണ് ഈ ചീത്ത സ്വപ്നം വന്നത്. അതിന് ശ്രുതി ഇവിടെ പ്രേതൊന്നുമില്ല എന്നുള്ള കാര്യം അവര് പറഞ്ഞില്ലേ. എന്ത് സ്വപ്നം കണ്ടെന്നുള്ള കാര്യം ശ്രുതി എനിക്കും അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. എഴുന്നേറ്റപ്പോഴത്തേക്കും ആ സ്വപ്നം മറന്നുപോയി. ശരി കുഴപ്പമില്ല, നീ എന്തായാലും കിടക്കാൻ നോക്ക്, ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കിടക്കുവാണേ. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നോടുന്ന് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ വരുന്നത്, ഞാനിനി പിടിക്കപ്പെടാൻ വേണ്ടിട്ട് പോവാണോ എന്ന ഭയത്തിൽ ഇങ്ങനെ ഇരിക്കുവാണേ. ശ്രുതി ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, നീ എന്താ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നത്, കിടന്നുറങ്ങാൻ വേണ്ടി നോക്കിയെന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും വേഗം കിടക്കുന്നുണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നീലിമ നാട്ടിലെത്തിയിട്ടുണ്ട്. കാറിൽ നീലിമയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിലെ വിശേഷങ്ങളാണ് സച്ചി ആദ്യം തന്നെ ചോദിക്കുന്നത് കേട്ടോ. അവിടെ ഇപ്പോ നല്ല തണുപ്പാണ്, -ഡിഗ്രി വരെ പോവാറുണ്ടെന്ന് പറയണേ. ഇത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ, നമ്മുടെ വീട്ടില് 22 ആ ഒരു ടെമ്പറേച്ചറിൽ ഇട്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തണുക്കും. മൈനസ് എന്ന് പറയുമ്പോൾ 0-നേക്കാളും താഴെയല്ലേ പോവുക. ആ തണുപ്പിലൊക്കെ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി പറ്റുക? അത് ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ പോകെ അതങ്ങ് ശീലമായിക്കോളൂ എന്ന് പറയാണേ. ഞാനും ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അധികം ആൾക്കാരും എപ്പോഴും ബോട്ടിൽ പിടിച്ച് നടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്താ ഇവരൊക്കെ എപ്പോഴും ബോട്ടിൽ പിടിച്ചോണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, മൈനസ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വേറെ നിവൃത്തി ഉണ്ടാവില്ലല്ലോ. ഇത് കേട്ടിട്ട് നീലിമ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇത്തവണ എത്ര ദിവസം ഉണ്ടാവും നാട്ടില് എന്നുള്ള കാര്യം ചോദിക്കുവാണേ. ഇവിടെ ഒരു 1 or 2 weeks ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഒരു പുതിയ ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്, അതിന്റെ രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ പോകും. മാഡം ഇവിടെ ഫ്ലാറ്റ് വാങ്ങിയിട്ടിട്ട് മാഡം എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണെ. എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു ഫ്ലാറ്റ് മേടിക്കണോ എന്നുള്ളത്. ഇവിടുന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒന്നെങ്കിൽ വാടകയ്ക്കോ അല്ലെങ്കിൽ ലീസിനോ കൊടുക്കും. അതും ഒരു ഇൻകം തന്നെയാണല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ മാഡം നമ്മള് ഒരു വീടിന് വേണ്ടിയിട്ട് കുറച്ച് സമ്പാദിച്ചു വെച്ചതിന് ശേഷമാണ് മേടിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ കടമെടുത്തും കൊണ്ട് ആൾക്കാർ വീട് വാങ്ങും. എന്നിട്ട് ആ കട അടയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പൈസ കൊണ്ട് കട അടയ്ക്കും. എന്റെ ഒരു ചേട്ടനുണ്ട്, അവനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ പുതിയൊരു ബംഗ്ലാവ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, എന്നിട്ട് വാടകയ്ക്ക് കൊടുക്കാന്. ഇത് നല്ല കാര്യമാണല്ലോ എന്നാണ് നീലിമ കേട്ട ഉടനെ തന്നെ പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരൊറ്റ ഇൻകം കൊണ്ട് നമുക്ക് റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് മാഡം റണ്ണ് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തില് ഓട്ടം മാത്രം പോരല്ലോ, ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഓടണം. ജീവിതം എങ്ങോട്ട് ഓടിപ്പോവില്ലല്ലോ. ഇത് കേട്ട് നീലിമയ്ക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അന്നത്തെ പോലെ തന്നെ സച്ചി ഇപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും സച്ചിക്ക് ഒരു മാറ്റം വന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും മാറ്റം വരില്ല മാഡം, നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെയാണെന്ന് സച്ചി. എന്തായാലും മാഡം ഇവിടെ 10 days ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോ ഉണ്ടാകും, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ട്. സച്ചി അവൈലബിൾ ആയിരിക്കുമല്ലോ.
മാഡം ഇവിടെ ഉള്ളിടത്തോളം സമയത്ത് എവിടേക്ക് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ അവൈലബിൾ ആയിരിക്കും. അതിന് നീലിമ താങ്ക്സ് പറയുന്ന സമയത്ത് മാഡം ഞാനാണ് മാഡത്തിന്റെ അടുത്ത് താങ്ക്സ് പറയേണ്ടത്. കാരണം കഴിഞ്ഞ തവണ പോയ സമയത്ത് മാഡം എന്റെ കാറായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ വന്നപ്പോ കറക്റ്റ് എന്റെ നമ്പർ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് എന്നെ തന്നെ വിളിച്ചില്ലേ. കഴിഞ്ഞ തവണ 2 ദിവസം തന്നെ സച്ചിയുടെ കാറിൽ വന്നപ്പോ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇത്തവണ ഇനിയിപ്പോ വേറെ ഒരാളെ വിളിച്ചിട്ട് അയാള് ഏത് ടൈപ്പിലുള്ള ആളാണ്, റഫ് ആണോ എന്താന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. അത് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. നിങ്ങളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുന്നു. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു മാഡം. എല്ലാവരും എന്നെ കുറിച്ചിട്ട് അങ്ങനെ പറയാറെന്ന് സച്ചി പറയുമ്പോ അപ്പോ സച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറ, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോ മാഡം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാഡം എനിക്ക് സ്വന്തമായിട്ട് 2 കാറുണ്ട്. ഒന്ന് റെന്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ വെരി ഗുഡ്. ആ കാറ് മാഡം എനിക്ക് എന്റെ വൈഫ് മേടിച്ചു തന്നാന്ന് സച്ചി പറയുമ്പോ ഓക്കെ അവള് എന്തോ പൂക്കച്ചവടം അങ്ങനെ എന്തോ ചെയ്യലായിരുന്നു. അതെ മാഡം. ഇപ്പൊ പൂക്കച്ചവടം മാത്രമല്ല കേട്ടോ, ഫംഗ്ഷന് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അതും അവൾ ഇപ്പൊ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല സ്കോപ്പാണ് അതിന്. അത് മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാത്തിനും പിറന്നാള്, അതുപോലെ കുട്ടി ജനിക്കുന്നതിന്, വിവാഹം, എൻഗേജ്മെന്റ്, എന്തിന് 16 അടിയന്തരം വരെ നമ്മൾ ആൾക്കാർ ഫംഗ്ഷൻ ആയിട്ടല്ലേ നടത്തുന്നത്. എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ബിസിനസ് ആണ് ഈ ഡെക്കറേഷൻ ബിസിനസ്. അതേ മാഡം അവള് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി അധികം വൈകാതെ വലിയ വലിയ ഓർഡേഴ്സ് ഒക്കെ എടുത്തിട്ട് അവള് വലിയൊരു ബിസിനസ് വുമൺ ആയിട്ട് വരും. ലാസ്റ്റ് ടൈം ഞാൻ വന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കുറിച്ചിട്ട് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടാ പറഞ്ഞത്. ഇപ്പോഴും അതുപോലെ തന്നെ സംസാരിക്കുന്നു എന്ന് നീലിമ പറഞ്ഞു കേട്ട ഉടനെ തന്നെ എപ്പോഴും മാഡം അങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ. ഭാര്യയെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് നീലിമ ചോദിക്കുമ്പോ അതെ മാഡം. മാഡത്തിന്റെ കല്യാണം ആയോ എന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമയുടെ മുഖം ഒന്ന് വാടുന്നുണ്ടേ. ഇല്ല, എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ കരിയറിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ എനിക്ക് ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്തത്. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അന്ന് തീർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണത്തെ ഈ വരവ് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ടൈം എന്താ മാഡം സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അത് വേറൊരു പ്രോബ്ലം ആണ്. എന്റെ കയ്യിൽ നിന്നും പണം ചെലവായി പോയി. എത്രയെന്ന് സച്ചി ചോദിക്കുമ്പോ ഒരു 50 ലാക്സ്. 50 ലാക്സോ? എന്റെ കയ്യിൽ നിന്ന് 2 ഫ്രോഡുകൾ ഫോഴ്സ് ആയിട്ട് മേടിച്ചെടുത്തു. ലാസ്റ്റ് ടൈം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൈൻ ചെയ്തിട്ടില്ലായിരുന്നോ? മാഡം പണം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇത്. മാഡം ആരാണെന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. നമുക്കറിയുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. പണം തിരിച്ചു മേടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുന്നതിനോട് പോലും താല്പര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ഫ്ലാറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യണം. ഞാനൊരു 10 മിനിറ്റ്സ് കൊണ്ട് റെഡി ആയിട്ട് വരാം. നമുക്ക് രജിസ്ട്രേഷൻ ഓഫീസ് വരെ ഒന്ന് പോകണമെന്ന് പറയണേ. ശരി എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണേ. നടന്നിട്ട് ഇത് നോക്ക് രവിയേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട്. ചന്ദ്രയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട്, വാക്കിങ്ങിന് പോകാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നീ വരാറ് പോലും ഇല്ലല്ലോ. ഇവിടെ നീ എന്ത് ഉത്സാഹത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത്. നമ്മുടെ അവിടെ എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ട്രാഫിക്കും അതുപോലെ ബൈക്കിന്റെ ശബ്ദവും പിന്നെ പുകയും മൊത്തം ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആ പൊടിയിലൊക്കെ നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് ജലദോഷം പിടിക്കുന്ന കേൾക്കുമ്പോ. എന്നിട്ട് അവിടെ ആരും നടക്കാറില്ലല്ലോ അല്ലെ ചന്ദ്രേ? അവിടെ നടക്കുന്ന എല്ലാവർക്കും ജലദോഷം പിടിക്കാറാണല്ലോ അല്ലെ പതിവ്? നിങ്ങൾക്കൊക്കെ അത് ശീലായി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ നടക്കുന്നുണ്ടേ. നടക്കുന്നതിനിടയ്ക്ക് ചന്ദ്ര ഇങ്ങനെ ഓടിയിട്ടൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പിന്നിലേക്ക് വീണ്ടും നടന്നു വന്നിട്ട് എന്ത് നല്ല കാലാവസ്ഥ, നല്ല കുളിരുന്ന ഒരു കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ശബ്ദവുമില്ല, ഭയങ്കര ശാന്തത. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തൊരു സുഖാലേ ഇതിലെ നടക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പുറകിലേക്ക് തന്നെ നടക്കുന്ന ചന്ദ്രയെ വിളിച്ചിട്ട് ചന്ദ്രയെ നമുക്ക് മുന്നോട്ടാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോവാണേ. ഇത് നോക്ക് രവിയേട്ടാ, എന്തായാലും സുധി എല്ലാം നോക്കിയും കണ്ട് തന്നെയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. എന്ത് നോക്കിയും കണ്ടെന്നാണ് ചന്ദ്രയെ നീ ഈ പറയുന്നത്? നീ വാക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ അവൻ നോക്കി കണ്ടു എന്നാണോ പറയുന്നത്? ചുമ്മാ വെറുതെ എല്ലാത്തിനും നീ സുധിയെ എടുത്തിട്ട് തലയിൽ കയറ്റി വെക്കല്ലേ. നിന്റെ സംസാരം കേട്ടാ വിചാരിക്കുമല്ലോ അവൻ മാത്രമാണ് നേർ വഴി കൂടെ പോകുന്നതെന്ന്. അതെ, അവൻ മാത്രമല്ലേ, അവനാണല്ലോ ഇപ്പൊ വലിയ ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ട് ഇപ്പൊ വലിയ ബംഗ്ലാവ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ മാത്രമാണല്ലോ നിനക്ക് മക്കളായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ പോകുന്നോടന്ന് തിരിച്ചു വന്നിട്ട് രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചുമ്മാ എപ്പോഴും സുധിയെ ഇങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ സംസാരിക്കണ്ട. സുധി ഇപ്പൊ മുന്നോട്ട് പോകുന്നില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് മുന്നേറണമെന്ന് നിങ്ങൾ അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ 5 വീട് നമുക്ക് മേടിക്കായിരുന്നു. അത് ശരിയാണ്, നിന്നെ പോലെ ഒരാളെ കല്യാണം കഴിച്ചത് കൊണ്ട് ഇതുപോലത്തെ 5 വീടല്ല 10 വീട് മേടിക്കായിരുന്നു. നടക്കുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാതെ മിണ്ടാതെ സംസാരിക്കാതെ നടക്കാൻ വേണ്ടി നോക്ക്, അല്ലെങ്കിൽ വയറ് കൊളത്തി പിടിക്കും.
ചോദിക്കും. നമ്മുടെ രവി പറഞ്ഞത് ചന്ദ്രയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടെങ്കിലും ആ സ്ഥലവും അതുപോലെ ആ ഏരിയ ഒക്കെ ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് നോക്കി രവിയേട്ടാ, ഇവിടുത്തെ കാറ്റിന് തന്നെ എന്തൊരു കുളിർമയാണ്. അല്ലെങ്കിലും ഈ പണക്കാരൊക്കെ താമസിക്കുന്ന അവിടുത്തെ കാറ്റിന് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അതെ, പണക്കാരെ വീട്ടിൽ നിന്ന് അടിക്കുന്ന കാറ്റല്ല ചന്ദ്ര ഇത്. ആ കാറ്റിനാണെന്നുണ്ടെങ്കിൽ പണക്കാര് പാവപ്പെട്ടവര് അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ ഏരിയ അങ്ങനെയല്ലേ? എത്ര ക്ലീനാ നോക്കൂ. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ മരങ്ങളൊക്കെ നല്ല പച്ചപ്പ് പോലെയുണ്ട്. മരങ്ങൾക്കല്ലെങ്കിലും ചന്ദ്ര പച്ചപ്പ് തന്നെയാണ് ഉണ്ടാവുക, അല്ലാണ്ട് ഉണങ്ങി കരിഞ്ഞിട്ടാണോ നിൽക്കും? അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ. മാസ ശമ്പളം വാങ്ങിയിട്ട് നിങ്ങൾക്ക് അങ്ങ് ശീലായി. എന്നാണ് ശമ്പളം വരിക, എന്നാണ് 1-ാം തീയതി ആവുക എന്നുള്ള കാര്യം നോക്കിയിട്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്. 1-ാം തീയതി സാലറി വരും എന്നുള്ള കാര്യം നോക്കിയിട്ട് എത്ര പേര് ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ചന്ദ്രൻ നിനക്കറിയോ? ഉള്ളത് വെച്ചിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം ചന്ദ്രൻ എന്നൊക്കെ പറയാണേ. അങ്ങനെ രവി പറയുന്ന പുരാണം ഒന്നും കേട്ടിട്ട് ചന്ദ്രയ്ക്ക് അത്ര അങ്ങ് ദഹിക്കുന്നില്ല. 2 കൈ വിരലും എടുത്തിട്ട് ചെവി ഇങ്ങനെ അമർത്തി മൂടി വെക്കുകയാണ് കേട്ടോ, പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ എപ്പോഴും നിൽക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത് തന്നെയാണ് ചന്ദ്രൻ നല്ലത്. രവിയേട്ട, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീടും അതുപോലെ ഇതിനു ചുറ്റുള്ള കാറ്റും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ വീട്ടിലെ കാറ്റ് എനിക്ക് ഇപ്പൊ ഒട്ടും ഇഷ്ടമല്ല. ചന്ദ്രേ, 30 വർഷം നീ അവിടെയല്ലേ ജീവിച്ചത്? അങ്ങനെ ആ വീടിനെ കുറിച്ച് കുറ്റം പറയുന്നത് പാവമാണ്. നിങ്ങൾക്ക് രവിയേട്ട എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞൂടെ? അല്ലെങ്കിലും നിങ്ങളുടെ കൂടെ നടക്കുന്നത് തന്നെ തെറ്റാണ്. ഞാൻ മുന്നേ പോവാന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങ് നടന്നു പോവുകയാണേ. അങ്ങനെ രവി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഇളന്നി വിൽക്കുന്ന ഒരാളെ കാണുവാണ് കേട്ടോ. അയാളാണെങ്കിൽ രവിയെ കണ്ട ഉടനെ തന്നെ സാർ ഒരു ഇളന്നി കുടിച്ചിട്ട് പോകാൻ പറയുന്നുണ്ടേ. നല്ല തേൻ പോലെയുണ്ട്. തേൻ പോലെയുള്ളതൊന്നും വേണ്ട, എനിക്ക് ഒരു ഇളന്നി താന്ന് പറയാണ്. ഇളന്നി വെട്ടിക്കൊണ്ടിരിക്കുമ്പോ സാർ നിങ്ങൾ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? പുതിയ ആൾക്കാരാണല്ലോ എന്ന് ചോദിക്കുമ്പോ അതെ, എന്റെ മകൻ അവിടെ കാണുന്ന ആ വീട് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെ അടുത്ത് മെഡിക്കൽ ഷോപ്പും കടകളൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ സാർ ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വലിയ മാർക്കറ്റ് തന്നെ ഉണ്ടെന്ന് പറയാണേ. അങ്ങനെ ആ വീട് ഒന്നും കൂടി കൺഫേം ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ഇളന്നി വിൽക്കുന്ന ആള് കറക്റ്റായിട്ട് വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുവഴിയൊക്കെ പോകും. ആ സമയത്ത് ഇളന്നിക്ക് ഒരു 5 രൂപ കുറച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവി ഇളന്നിനി മേടിച്ചിട്ട് അങ്ങനെ കുടിച്ചോണ്ട് പോകുന്നത്. പക്ഷെ ആ ഇളന്നി വിൽക്കുന്ന ആളുണ്ടല്ലോ, ആ വീടിന്റെ ശരിക്കുള്ള ഓണർ എന്ന് തോന്നുന്നു, ഫോണിൽ വിളിക്കുന്നുണ്ട്. ഹലോ സർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ അയാളെ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചി രജിസ്റ്റർ ഓഫീസിൽ നീലിമയെ കൊണ്ട് വിടുവാണ്. സച്ചിയുടെ അടുത്താണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നീ എന്തായാലും പോയിട്ട് ഒരു ചായ എന്തായാലും കുടിച്ചിട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ സച്ചി ചായ ഒക്കെ കുടിച്ച് വന്നിട്ട് പുറത്ത് ഈ കാറിന്റെ അടുത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നീലിമ ഉള്ളില് രജിസ്ട്രേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. സച്ചി ആ രജിസ്ട്രേഷന്റെ ഓഫീസിന്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ശ്രുതിയും അതുപോലെ ശ്രുതിയും ആനന്ദും കൂടി ചേർന്നിട്ട് ആ രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ബാക്കി 70 ലക്ഷം രൂപ എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ള കാര്യത്തെ കുറിച്ച്. നമുക്ക് എന്തായാലും 6 മാസം സമയമുണ്ടല്ലോ, അപ്പോഴേക്കും അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യം ശ്രുതി പറയുകയും ശ്രുതിയുടെ അടുത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി ചേർന്നിട്ട് രജിസ്റ്റർ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ആനന്ദ് സച്ചി അവിടെ നിൽക്കുന്നത് കാണുവാണേ. നീ എന്താ സച്ചിയുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ അവന്റെ അടുത്ത് വരാൻ വേണ്ടി പറയുന്നത്? ദേ അവനവിടെ നിൽക്കുന്നു സച്ചി എന്ന് പറഞ്ഞ് ആനന്ദ് ആദ്യം വിളിച്ചു പോവാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവനെ വിളിക്കണ്ട എന്നുള്ള കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നീ എന്താടാ ഇവിടെ നിന്ന് സച്ചി വന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എത്ര കാശാവും, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് ശ്രുതി പറയാണ്. അതല്ല നീ എന്താ ഇവിടെ? ഞാൻ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്, ഗസ്റ്റ് ഉള്ളിലുണ്ടെന്ന് പറയാണേ. അങ്ങനെയാണെങ്കിൽ സച്ചി താനും കൂടി ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് വിളിക്കുമ്പോ അവൻ എന്തിനാണ് വരുന്നത്? നീ ടെൻഷനാവൊന്നും വേണ്ട, ഞാൻ തന്നെ വരില്ല. ഒരാള് വന്ന് അന്വേഷിക്കേണ്ട കാര്യത്തിനല്ലേ നിങ്ങൾ 3 പേരും കൂടി വന്നിരിക്കുന്നത്. ഇനി ഞാനും കൂടി വരാൻ വേണ്ടിട്ട് പോകുന്നില്ല. എടാ നീ അച്ഛൻ്റെ അടുത്ത് വീട് വിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് തടസ്സം നിന്നില്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, 3 മാസം കൊണ്ട് ഈ രജിസ്റ്റർ ഓഫീസിൽ എന്റെ സ്വന്തം പേരിലേക്ക് ആ വീട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ വരും. നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി സച്ചിയെ വെല്ലുവിളിച്ചും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. നീ ഓർത്ത് വെച്ചോ എന്നൊക്കെ പറയുമ്പോ എടാ ഒരു കാര്യമുണ്ട്, ഞാൻ പേപ്പറും പെന്നും എടുത്തിട്ട് വരാം, നീ ഒന്ന് എഴുതി തരണം, കാരണം ഞാൻ മറന്നു പോകുന്നു സച്ചി പറയാണേ. അത് കേട്ടിട്ട് ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. പോയിട്ട് നിന്റെ പണി നോക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് ഓടിച്ചു വിടുവാണ് കേട്ടോ ശ്രുതിയെ. അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ ശ്രുതി നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഉള്ളിൽ ചെന്നിട്ട് സാർ ഞാനൊരു പുതിയ വീട് വാങ്ങാൻ വേണ്ടി പോകുന്നു പറയണേ. അതിന് നിങ്ങളടുത്ത് ആരാണ് വീട് വാങ്ങണ്ടെന്ന് പറഞ്ഞ് സാർ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, രജിസ്ട്രേഷന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എത്ര കാശാവുന്നുള്ള കാര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് അവിടെ ഉള്ളിൽ കയറിയിട്ട് കണ്ടോട്ടനുള്ള ആളടുത്ത് ചോദിക്കുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ അതാ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ പോയി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈയും ശ്രുതിയും ആനന്ദരി അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അവർ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് നീലിമയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പുറകിലൂടെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അത് ശ്രുതിയും കാണുന്നില്ല, നീലിമയും അതുപോലെ തന്നെ ഇവരെ കാണുന്നില്ല കേട്ടോ. പക്ഷെ നീലിമ കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശ്രുതിയും കാണുമ്പോ നീലിമയുടെ മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണെന്നറിയോ? അന്ന്
ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തില്ലേ, അന്ന് ആ ക്യാഷ് ശ്രുതിക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വരവ് ആവശ്യം ഉണ്ടാവില്ലായിരുന്നല്ലോ നീലിമയ്ക്ക്. അതിന്റെ ഒരു ദേഷ്യവും നീലിമയുടെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ നീലിമയാണെങ്കിൽ പുറത്തേക്ക് ഭയങ്കര ദേഷ്യത്തോടു കൂടി വരുവാണ്. ചേച്ചി വണ്ടി എടുക്ക്, വാ നമുക്ക് പോവാന്ന് പറയണേ. മാഡത്തിന്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ആ കഴിഞ്ഞു, നീ വണ്ടി എടുക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കയറി പോകുന്നുണ്ട്. ഉള്ളിൽ കയറിയിരിക്കുന്ന നീലിമയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, മാഡം രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ആ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു, നാളെ ഡോക്യുമെന്റ്സ് വന്നിട്ട് മേടിച്ചോളാൻ വേണ്ടിട്ട് പറഞ്ഞു എന്ന് പറയാണ്. മാഡം സന്തോഷമായിട്ടുള്ള കാര്യല്ലേ, പിന്നെ മാഡം ഇതിനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഞാൻ ലൈഫിൽ ആരെയാണോ വീണ്ടും കാണരുതെന്നുള്ള കാര്യം ആഗ്രഹിച്ചത് അവരെ കണ്ടു തൊലച്ചു. ശരി മാഡം, മാഡം ടെൻഷൻ ആവല്ലേ, മാഡത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്. വേണ്ട സച്ചി, ഞാൻ ആകെ ടെൻഷനിലുള്ളത്, നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടോളം പറയുന്നുണ്ട്. ആ ശരി എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുവാണ് കേട്ടോ സച്ചി. തുടർന്ന് നീലിമയുടെ ഫ്ലാറ്റിന്റെ അവിടെ എത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത്. നീലിമ എന്തോ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഫ്ലാറ്റ് എത്തിയ കാര്യമൊന്നും അറിയുന്നില്ലേ. മാഡം ദാ ഫ്ലാറ്റ് എത്തി ആ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞെട്ടലോട് കൂടിയിട്ട് എഴുന്നേക്കുവാണ്. മാഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ശരിയാക്കാം. ഇല്ല, ചെറിയൊരു അപ്സെറ്റ് അത്രേ ഉള്ളൂ. മാഡത്തിന് എന്തൊക്കെ സാധനം മേടിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇന്ന് എന്തായാലും വേണ്ട, ഞാൻ ഒരു മൂഡ് ഓഫിലല്ലേ, നാളെ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് നീലിമ പേയ്മെന്റ് കൊടുത്തതിന് ശേഷം ലഗേജ് എടുത്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് തരുമെന്ന് ചോദിക്കണ്ടേ. അതിനെന്താ മാഡം, ഞാൻ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ലഗേജ് എടുത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. മാഡം ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ സച്ചി ദാ ഇത് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിയാന്ന് പറയാണേ. എന്താണ് മാഡം? കൂളിംഗ് ഗ്ലാസ് ആണ്, സച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് മേടിച്ചിട്ട് വന്നതാണ്. മാഡം തിരികെ വന്നപ്പോ എന്നെ തന്നെ ട്രിപ്പിന് വിളിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നെ ഓർമ്മിച്ചിട്ട് ഇത് എനിക്ക് തന്നെയാണോ മേടിച്ചതെന്ന് ചോദിക്കുമ്പോ അതെ സച്ചി, ഇത് നിനക്ക് തന്നെയാണ്. അങ്ങനെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അതിനു വേണ്ടി തന്നെയല്ലേ തന്നത്. അങ്ങനെ സച്ചി കൂളിംഗ് ഗ്ലാസ് വെക്കുന്നുണ്ട്. വെച്ചിട്ട് നല്ല രസമുണ്ടോ എന്നുള്ള കാര്യം നീലിമ പറയാണ്. അത് മാത്രമല്ല മറ്റൊരു കൂളിംഗ് ഗ്ലാസും കൂടി സച്ചിയുടെ കയ്യിലേക്ക് നീലിമ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഡം ഓൾറെഡി തന്നല്ലോ, ഇത് നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ടാണ്. എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വൈഫിനെ കുറിച്ചിട്ടാണല്ലോ നിങ്ങൾ സംസാരിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ അവർക്കും കൂടി ഒന്ന് വാങ്ങിയത്. ഇതുപോലത്തെ കൂളിംഗ് ഗ്ലാസ് ഒന്നും അവൾ വെക്കാറില്ല എന്നുള്ള കാര്യം സച്ചി പറയുമ്പോ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ വൈഫ് ഇട്ടോളും. അവര് ഡെക്കറേഷൻ ജോലിയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത്, പുറത്തു പോകുന്ന സമയത്ത് വെച്ചോളൂ. എന്നിട്ട് പിടിക്കെന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് നിർബന്ധിച്ചു കൊടുക്കുവാണേ. മാഡം ഞാൻ കൊടുത്തോളാം. എനിക്ക് മാഡം കൂളിംഗ് ഗ്ലാസ് തന്നതിനേക്കാളും ഭയങ്കര സന്തോഷമായി എനിക്ക് രേവതിക്ക് കൂളിംഗ് ഗ്ലാസ് തന്നപ്പോ. മാഡത്തിന് വലിയ മനസ്സാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സച്ചിയുടെ ഒരു ഫോട്ടോ ആ ഫോണിനകത്ത് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നീലിമ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നീലിമയോടൊപ്പം ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതിനെന്താ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് സെൽഫി എടുത്തിട്ടുണ്ട്. താങ്ക് യു മാഡം, ഞാൻ ഇറങ്ങിക്കോട്ടെ. മാഡത്തിന് എപ്പോഴാണ് രാവിലെ ആവശ്യം എന്ന് വെച്ചാൽ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. വീടെന്ന് പറയുന്നത് നമ്മുടെ സുധി പുതിയതായിട്ട് മേടിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന ആ ബംഗ്ലാവ് ഉണ്ടല്ലോ, അവിടെ മുറ്റത്തിരുന്നു കൊണ്ട് സുധി ഫോണിൽ സംസാരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ സുധിക്ക് വേണ്ടിയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ചോണ്ട് നിൽക്കുന്ന സുധിയെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ എന്താ ശ്രുതി എന്നെ നോക്കുന്നതെന്ന് സുധി ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമുക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു വീടായി, അതും വലിയൊരു ബംഗ്ലാവ്. അതേ ശ്രുതി, നമ്മുടെ റേഞ്ച് കൂടി വരുവാണ്. ബാക്കിയുള്ള പണവും കൂടി റെഡിയാക്കിയിട്ട് നമുക്ക് മൊത്തത്തിൽ ഈ വീട് നമ്മുടേതാക്കണം. അങ്ങനെ വീട് സ്വന്തമാക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വണ്ടിയിൽ ആ വീടിന്റെ യഥാർത്ഥ ഓണേഴ്സ് വരുന്നത്. അങ്ങനെ കാറ് വന്ന ഉടനെ തന്നെ ആരാണ് വന്നതെന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. വീടിന്റെ പേര് ഒരു ബോർഡായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരാണോ വന്നത് എന്ന് വിചാരിച്ചിട്ട് സുധിയാണെന്നുണ്ടെങ്കിൽ ആ ഓണറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ബോർഡ് എവിടെയെന്ന്. ബോർഡോ? അതെ, ഞങ്ങളുടെ വീടിന്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കണ്ടേ. ആ സമയത്ത് എല്ലാവരും അവിടെയുണ്ട്. ഓണർ ആണെന്നുണ്ടെങ്കിൽ നീ എന്താ സംസാരിക്കുന്നത്? അയാളുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങള് വീടിന് പേരിടാൻ വേണ്ടിയിട്ട് നെയിം ബോർഡ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടുന്ന് വന്നതാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ആരെ വീടിന് നെയിം ബോർഡ് വെക്കുന്ന കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്ന് ആ ഓണർ ചോദിക്കുമ്പോ ഞങ്ങള് വാങ്ങാൻ വേണ്ടി പോകുന്ന വീടിന്റെ നെയിം ബോർഡാണ്, എന്റെ വീടിന് ഞാൻ എന്റെ പേര് വെക്കുന്നു എന്ന് ശ്രുതി പറയുമ്പോ അത് നീ നിന്റെ വീട്ടിൽ പോയിട്ട് വെക്ക്, ഇതാണ് എന്റെ വീട്, ഞങ്ങൾ മേടിച്ചു എന്ന് ശ്രുതി പറയുമ്പോ ആ എന്ന മട്ടില് ചന്ദ്ര അവിടുന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കൊടുക്കുന്നുണ്ട്. വാങ്ങിയെന്നോ? നിങ്ങൾ ആരടുത്താണ് ഈ വീട് മേടിച്ചത്? ഈ വീടിന്റെ ഓണറിൽ നിന്ന്. ആരാണാവോ ആ ഓണർ? നിങ്ങൾ എന്തിനാണ് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ദുബായില് ബിസിനസ് നടത്തുന്ന വിശ്വനാഥൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങള് ഈ വീട് വാങ്ങിയത്. ഇത് നോക്കൂ, അവൻ ഓണർ ഒന്നുമല്ല, ഈ വീട്ടില് വാടകയ്ക്ക് നിന്നവനാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും ഷോക്ക് അടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടേ. ഇത് കേട്ടിട്ടും സുധിക്ക് പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഒന്നും തോന്നില്ല കേട്ടോ. സുധി അയാളടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ വന്നത് മുതൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്? ഈ വീടിന്റെ ഓണർക്ക് ഞാൻ ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും നിങ്ങൾ ഫോൺ ചെയ്യുന്ന ശരിക്കുള്ള ഓണറും പറയുന്നുണ്ട്. ഓണർ എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥന്റെ നമ്പർ ആണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ നമ്പറിലേക്ക് സുധി വിളിക്കും, ഫോണ് സ്വിച്ച് ഓഫ് ആണ്.
ഈ രംഗങ്ങളെല്ലാം കണ്ട് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയുടെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? പതിവ് പോലെ തന്നെ എന്തോ ഒരു ഉടായ്പ നടന്നിട്ടുണ്ട്. ഫോണ് സ്വിച്ച് ഓഫ് ആണെന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും ശ്രുതിക്ക് കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം തോന്നുവാണേ. ഷോക്ക് അടിച്ചതുപോലെ തന്നെ ഫോണും പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ശ്രുതി എന്ത് പറ്റി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആണെന്നാ വരുന്നത്. പിന്നെ ഓഫ് ചെയ്യാതെ അവൻ വേറെ എന്ത് ചെയ്യാനാണ്? മറ്റൊരാളുടെ വീട് അവന്റെ വീടാണെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ വിറ്റത്. സർ, നിങ്ങൾ എന്താ പറയുന്നത്? ശ്രുതി ചോദിക്കുമ്പോൾ ഈ വീടിന്റെ ഓണർ ഞാനാണ്. നിങ്ങളാണ് ഓണർ. അപ്പോ ഞങ്ങൾക്ക് വീട് തന്നു എന്ന് പറഞ്ഞ ആളോ? അയാള് ഈ വീട്ടില് 2 മാസത്തേക്ക് വാടകയ്ക്ക് താമസിച്ച ആളാണ്. അവര് മര്യാദയ്ക്ക് വാടക പോലും തന്നിട്ടില്ല. ഈ വീട്ടില് പുതിയ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ വിശ്വനാഥൻ നിങ്ങൾ നന്നായിട്ട് പറ്റിച്ചു കേട്ടോ. സുധി, എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത് ചോദിച്ചിട്ട് നെഞ്ചത്ത് കൈവച്ച് കണ്ട് കരയുവാണ് കേട്ടോ ചന്ദ്ര. ഓ മൈ ഗോഡ്, ആ വിശ്വനാഥൻ എന്ന് പറയുന്ന ആള് സുധിയേട്ടനെ പറ്റിച്ചു അല്ലേ? സുധിയേട്ടൻ അയാളെ കുറിച്ചിട്ട് ഒന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആദ്യം ആരാണ് എന്താണെന്നുള്ള കാര്യം അറിയാതെ ഉടനെ തന്നെ വീട്ടിൽ കയറി താമസിക്കുവോ? എല്ലാവരും ഇവിടുന്ന് ഇറങ്ങി പോണെന്നുള്ള കാര്യം അയാള് ആട്ടി ഇറക്കുന്ന രീതിയിൽ സംസാരിക്കുവാണേ. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാം പോകുന്നു പറയുന്നുണ്ട്. സർ, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സച്ചി അരികിലേക്ക് ചെല്ലുവാണേ. ഇപ്പോഴാണ് സർ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. സാറിന്റെ വീട്ടിൽ വാടകയ്ക്ക് തങ്ങിക്കൊണ്ട് ഈ വീടിന്റെ ഓണർ അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് ഈ വീട് മറ്റൊരു ഇളിച്ചവായ്ക്ക് വിറ്റു, അതല്ലേന്ന് ചോദിക്കുമ്പോ അതെ എന്നുള്ള കാര്യം അദ്ദേഹം പറയാണേ. ആ ഇളിച്ചവായ വേറെ ആരുമല്ലേ, ദേ നിൽക്കുന്നു എന്റെ ചേട്ടൻ, അതാണെന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിക്കും ആകെ ടെൻഷനാവുന്നുണ്ട്. ശ്രുതി, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നോ? അതേ ശ്രുതി എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കുഴഞ്ഞങ്ങ് വീഴുവാണേ. അതോടുകൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ഈ 30 ലക്ഷം മാത്രമല്ല 50 ലക്ഷം രൂപ നീലിമ ശ്രുതിക്ക് കൊടുത്തു എന്നുള്ള കാര്യവും അടുത്ത എപ്പിസോഡ് തന്നെ വരുന്നുണ്ട് കേട്ടോ. 2 അടികൾ ഒരുമിച്ച് കിട്ടിയ ശ്രുതിയുടെ അവസ്ഥ ഇനി എന്താണെന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്